ഹായ് ബഡീസ്, ഇന്ന് ഋതുവിന് ഓറഞ്ച് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഓറഞ്ച് കൊടുക്കുന്ന മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കിടക്കാം. 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്തുള്ള വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റിക്കും അയൺ അബ്സോർഷന് ഹെൽപ്പ് ചെയ്യും. വാട്ടർ കണ്ടൻറ്റ് ഹൈഡ്രേഷൻ കൂട്ടും. ഫൈബർ കണ്ടൻറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിലെ സെൽസിനെല്ലാം ഒരു നോർമൽ അവസ്ഥയിൽ തന്നെ നിലനിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ മുതിർന്നവർക്കും ബാധകമാണ് കേട്ടോ. നമ്മളെ ഏജിങ് ഒക്കെ കുറക്കാനായിട്ട് ഓറഞ്ച് നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് ഫീഡർ യൂസ് ചെയ്തും കൊടുക്കാം, നോർമലായിട്ടും കൊടുക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഋതു ഫ്രൂട്ട് ഒന്ന് കഴിക്കുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. നമ്മൾ ഫ്രൂട്ട് ഫീഡർ യൂസ് ചെയ്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സീഡും പീലും എപ്പോഴും റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നിബിൾ എപ്പോഴും ക്ലീൻ ആയിട്ട് ഫ്രൂട്ട് കൊടുത്തതിന് ശേഷമുള്ള ലെഫ്റ്റ് ഓവർ ഒരിക്കലും നിബിളിൽ തന്നെ കീപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത് നമ്മൾ നോർമലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീഡും പീലും മെമ്പറൈൻ റിമൂവ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ പീസ് നോക്കി വേണം കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചോക്കിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രൂട്ട് ഫീഡർ യൂസ് ചെയ്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടരുത്. കൂടെ ഇരുന്ന് കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്ന് മോണിറ്റർ ചെയ്യണം. ആദ്യം ചെറിയ എമൗണ്ടിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് റിയാക്ഷൻ ഒന്നും ഇല്ലാന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൂട്ട് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഫ്രഷ് ഫ്രൂട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞിന് ഏത് ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഋതുവിൻ്റെ ഫുഡ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ.